ഇലസ്ട്രേറ്ററിലെ അടുത്ത ടൂള് പോളാർ ഗ്രിഡ് ടൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ടൂളാണ്. പോളാർ ഗ്രിഡ് ടൂള് റൗണ്ട് ചെയ്തിട്ട് വരുന്ന ടൂളാണ്. അതിനെ നമ്മളിങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ, ക്ലിക്ക് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ ഇതുപോലുള്ള ഒബ്ജക്റ്റ് നമുക്ക് ലഭിക്കും. ഈ ഒബ്ജക്റ്റുകൾ വിവിധ ഡിസൈനുകളിലും ലൈന്, ഫില്ല് എന്നിവ വ്യത്യാസപ്പെടുത്തിക്കൊണ്ടും മറ്റും ധാരാളം തരത്തിൽ ഉപയോഗപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇത് വർക്ക് ചെയ്യുന്ന അവസരത്തിൽ, അതായത് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുന്ന അവസരത്തിൽ കീബോർഡിലെ ഏരോ കീസ് ഉപയോഗിച്ച് നോക്കുക. അതായത് മൗസിന്റെ ക്ലിക്ക് വിടാതെ നമ്മൾ കീബോർഡിൽ അപ്പ് ഏരോ ഡൗൺ ഏരോ ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ ഡിവൈഡേഴ്സിനെ നമുക്ക് കൂടുതലാക്കാനും കുറയ്ക്കാനും മുഴുവനായിട്ട് ഒഴിവാക്കാനും എല്ലാം സാധിക്കും. കണ്ടോ, ഇപ്പോൾ ഒരു സെൻട്രിക്കാണ് ഉള്ളത്. അതുപോലെ തന്നെ കണ്ടോ, ഇതുപോലെയുള്ള ലൈനുകളും മറ്റും ക്രിയേറ്റ് ചെയ്തെടുക്കാനും സാധിക്കും. ഇങ്ങനെയുള്ള പല ഒബ്ജക്റ്റുകളും നമുക്ക് ഈ ടൂളും ഉപയോഗിച്ച് നിർമ്മിക്കാം. ഇത് ഒബ്ജക്റ്റ് അൺഗ്രൂപ്പ് ചെയ്തുകൊണ്ട് ഓരോ ഒബ്ജക്റ്റിനെ സെപ്പറേറ്റ് ആയിട്ട് നീക്കി വെക്കാനും ഉപയോഗപ്പെടുത്താനും സാധിക്കും. പോളാർ ഗ്രിഡ് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം സ്റ്റേജിൽ, അതായത് പേജിൽ ഒരു തവണ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, വെറുതെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോളാർ ഗ്രിഡ് ടൂളിന്റെ ഓപ്ഷൻസ് നമുക്ക് ലഭിക്കും. ഈ ഓപ്ഷൻസിലൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തിലെ ഡിഫോൾട്ട് സൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവസാനം വർക്ക് ചെയ്ത സൈസാണ് ഈ കാണുന്നത്. ഡിഫോൾട്ട് സൈസ് എന്ന് പറയുന്നത് നമ്മൾ അവസാനമായി വർക്ക് ചെയ്ത ഒരു സൈസ് ഉണ്ടായിരിക്കും, ആ സൈസാണ് ഇവിടെ കാണുന്നത്. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതുപോലുള്ള ഒരു സംഗതി വീണ്ടും നമുക്ക് ലഭിക്കും. കോപ്പി എടുക്കുന്നതിന് തുല്യമായിട്ടുള്ള സംഗതിയാണ്. ക്ലിക്ക് ചെയ്ത് ഓക്കെ അടിച്ചാൽ മതി, അപ്പോൾ അതേപോലുള്ള സംഗതി ലഭിക്കും. കണ്ടോ, ക്യാൻസൽ ചെയ്തു. അടുത്തത് ഇതിങ്ങനെ വർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിന്റെ ഓപ്ഷനുകൾ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം. ഇത് കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം ഇത് ഇവിടെ സെലക്ട് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇതിലെ ഓപ്ഷൻസിലെ ആദ്യം ഡിഫോൾട്ട് സൈസ്, അതായത് അവസാനം വർക്ക് ചെയ്ത സൈസാണ് ഡിഫോൾട്ട് സൈസ്. കോൺസെൻട്രിക് ഡിവൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ റൗണ്ട് ചെയ്ത് വരുന്ന ഡിവൈഡേഴ്സിനെയാണ് കോൺസെൻട്രിക് ഡിവൈഡേഴ്സ് എന്ന് പറയുന്നത്. അത് ഇന്നും ഔട്ടും ആണ് ഉണ്ട്. അത് ഇപ്പോ കൊടുത്തിരിക്കുന്നത് 0 ആണ്. കാരണം ഒരു റൗണ്ട് മാത്രമാണ് അവസാനത്തിൽ നമുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഔട്ടർ ആണ്. അതുകൊണ്ട് തന്നെ കോൺസെൻട്രിക് ഡിവൈഡേഴ്സ് ഇല്ല എന്ന് തന്നെ പറയും. നമുക്ക് ഒരു 10 കൊടുക്കാം. അതിനുശേഷം ഇവിടെ റേഡിയൽ ഡിവൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ ക്രോസ് ചെയ്ത് വരുന്ന ഡിവൈഡേഴ്സിനെയാണ് നമ്മൾ റേഡിയൽ ഡിവൈഡേഴ്സ് വരുന്നത്. അത് ബോട്ടം ടോപ്പ് ആണുള്ളത്. റേഡിയൽ ഡിവൈഡേഴ്സ് 36 ഉള്ളത്. ആ നിലയ്ക്ക് ഇവിടെ നോക്കാം. സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, അതിനനുസരിച്ചിട്ടുള്ള 10 36 നേരെ വരുന്ന ലൈനായിട്ട് നമുക്ക് ഓബ്ജക്റ്റ് ലഭിക്കുന്നതാണ്. ഇനി ഇതിലെ മറ്റൊരു സംഗതി ഇതിന്റെ സ്ക്യൂ ആണ്. ഇത് ക്ലിക്ക് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഈ കോൺസെൻട്രിക് ഡിവൈഡേഴ്സിനും റേഡിയൽ ഡിവൈഡേഴ്സിനും ഇതിന്റെ സ്ക്യൂ ഉണ്ട്. സ്ക്യൂ എന്ന് പറഞ്ഞാൽ അത് ഓരോ ഒബ്ജക്റ്റും അവ തമ്മിൽ കീപ്പ് ചെയ്യേണ്ട അകലത്തെ ബേസ് ചെയ്തിരിക്കുന്ന ഒരു സംഗതിയാണ് ഈ സ്ക്യൂ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ 0% കൊടുത്തു കഴിഞ്ഞാൽ അതിനർത്ഥം ഓരോ സെൻട്രിക് ഡിവൈഡറും തമ്മിലുള്ള അകലം തുല്യമായിട്ടാണ് പോവുക. ഞാനിവിടെ സ്ക്യൂ ഒരു 10% കൊടുത്തു. അതിനുശേഷം ഓക്കെ കൊടുത്തു. ഇപ്പൊ അതിന് വ്യത്യാസം നോക്കി കഴിഞ്ഞാൽ ഈ കോൺസെൻട്രിക് ഡിവൈഡേഴ്സ് ഈ അകലം ഇതിന്റെ പുറത്തേക്ക് പോകുന്തോറും ഈ അകലം കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇതാണ് ഈ എന്താ പറയാ സ്ക്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരെണ്ണം കൂടി നമുക്ക് സാന്ദർഭികമായിട്ട് നോക്കി നോക്കാം. സെലക്ട് ചെയ്തുകൊണ്ട് ഒരു എന്താ പറയാ ഒരു 30 കൊടുക്കുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഇപ്പൊ കുറച്ചും കൂടി വ്യക്തമായിട്ട് നമുക്ക് അതിന്റെ ദൂരം വളരെ വ്യക്തമായിട്ട് കണ്ടോ, ഒരു പ്രത്യേക രീതിയിലേക്ക് വന്നിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. സെലക്ട് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ഗ്രേഡിയന്റോ കളറോ മറ്റോ കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ത്രിമാന ഒബ്ജക്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. സെലക്ട് ചെയ്തുകൊണ്ട് കണ്ടോ, ഒരു ബട്ടൺ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ത്രിമാന ഒബ്ജക്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇതിന്റെ ലൈനുകൾ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിന്റെ ലൈനുകൾ വേറെ ഏതെങ്കിലും കളറുകൾ കൊടുത്തു കഴിഞ്ഞാൽ
മറ്റേതെങ്കിലും കളർ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്ന വ്യത്യാസം കൊടുക്കുക. അതുപോലെ തന്നെ ഈ യൂണിഫോം എന്നുള്ള ഇതിന്റെ വെയിറ്റ് വ്യത്യാസപ്പെടുത്തി കൊടുത്ത് നോക്കാം. അപ്പോഴൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള എന്താ പറയുക ഒബ്ജക്റ്റുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ധാരാളം പരീക്ഷണങ്ങൾ നടത്തി പരീക്ഷണങ്ങൾ നടത്തി നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിവിധ തരത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡിസൈനുകൾ നിർമ്മിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇതിന്റെ വെയിറ്റും അതുപോലെ തന്നെ അതിന്റെ വിവിധ തരത്തിലുള്ള ലൈനുകളുടെ ഫോർമാറ്റുകളെല്ലാം അപ്ലൈ ചെയ്ത് നോക്കൂ. അപ്പോഴൊക്കെ നമുക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവമാണ് ഉണ്ടായിരിക്കുക. അതെല്ലാം പരിശീലിച്ചറിയുക.